ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയാൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ രൂപപ്പെട്ട നിമിഷം മുതൽ ഇന്ന് ഈ പൗരോഹിത്യത്തിന് ഈ നിമിഷം വരെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയും ഇടപെടലും അനുഭവിച്ചറിഞ്ഞ് ജീവിച്ചു പോകുന്ന വ്യക്തിയാണ് ഞാൻ. സെമിനാരി പഠനം ഒരു പരിധിവരെ ചില വിഷയങ്ങൾ ബുദ്ധിമുട്ടായിരുന്നപ്പോഴൊക്കെ പരിശുദ്ധ അമ്മയോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഒരു കൊന്തയൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും അമ്മയെ ഉറക്കെ വിളിക്കുമ്പോഴും പരീക്ഷകളും സെമിനാരി ജീവിതവുമൊക്കെ എളുപ്പമായി തീരുന്ന ഓർമ്മയാണ് എൻ്റെ മനസ്സിലുള്ളത്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് തന്നെ വേദനയുടെയും രോഗത്തിൻ്റെയും നിമിഷത്തിൽ എൻ്റെ അമ്മ എന്നെ വളർത്തി. അന്ന് എന്നെ പരിശുദ്ധ അമ്മ പ്രത്യേകമായ വിധത്തിൽ ദൈവത്തിൻ്റെ മകനായി മാറ്റി. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയം വൈദിക ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന അനുഭവങ്ങളാണ് ചങ്ങനാശ്ശേരി അതിരൂപത കോട്ടക്കപ്പുറം സെൻറ് മാത്യൂസ് പള്ളി വികാരിയായ ഫാദർ ജോർജ് നൂഴായിത്തടത്തിലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ വിളിക്കുള്ളിലെ വിളി തിരിച്ചറിയാൻ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴിയാണെന്ന് അദ്ദേഹം ഏറ്റുപറയുന്നു. പരിശുദ്ധ അമ്മയിലൂടെ തനിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇടവക ജനങ്ങളെ ഈശോയിലേക്കടുപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അമ്മയുടെ മധ്യസ്ഥത വഴി തൻ്റെ ശുശ്രൂഷ മേഖലയിൽ ഈശോ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. മുണ്ടുപാലം സെൻറ് മേരീസ് ഇടവകയിൽ പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട് ഒരു ഇടവ സമൂഹത്തെ മുഴുവൻ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഇടയായ ഒരനുഭവമായിരുന്നു. ഞാനവിടെ വികാരിയായി ചുമതലയേറ്റ ആദ്യ വർഷം തന്നെ ക്രിസ്മസിനൊരുക്കമായി കൊടുത്ത സുഹൃദയപം പരിശുദ്ധ അമ്മ വഴി ഉണ്ണീശോയിലേക്ക് എന്തൊരത്ഭുതം! ഈ സുഹൃദയപം ഡിസംബർ 1-ാം തീയതി നൽകിയപ്പോൾ മുതൽ ആ ഇടവ സമൂഹം മുഴുവൻ അത് നെഞ്ചിലേറ്റി ഒരു താരാട്ടായി ആ സമൂഹം മുഴുവൻ പാടി 25 ദിവസവും ദേവാലയത്തിൽ വന്ന് ഉണ്ണീശോയെ മഹത്വപ്പെടുത്താനവർക്കിടയായതിനു ശേഷം അവർക്ക് ആ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി കിട്ടിയ അനുഗ്രഹങ്ങൾ നിരവധിയായിരുന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്പർശിച്ച അനുഭവമാണ്. തുടർന്ന് ഈ സുഹൃത്ത് ജപമാണ് ദൈവവിശ്വാസികൾക്ക് വിശ്വാസത്തിൽ വളരുന്നതിനായി ഞാനൊരു പുസ്തകത്തിൻ്റെയും ഹെഡിങ്ങായി കൊടുത്തത്. എന്നും പരിശുദ്ധ അമ്മ വഴി ഉണ്ണീശയിലേക്ക് അടുക്കുവാൻ ശ്രമിച്ചാൽ അത് ജീവിത അനുഭവമായി തുടർന്നുള്ള മക്കൾക്കും പറഞ്ഞു കൊടുക്കുവാൻ ഈ അനുഭവം എനിക്ക് കാരണമായി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച മറ്റൊരു അനുഗ്രഹമാണ് ഞാൻ നടത്തുന്ന വെള്ളിയാഴ്ച ശുശ്രൂഷകളിൽ ചിലപ്പോഴെങ്കിലും എനിക്കും വിരസതയോ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾക്ക് കുറവോ ഉണ്ടാകുമ്പോൾ അമ്മയെ അടുത്ത് നിർത്തി അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോയെ കൊണ്ട് അനുഗ്രഹം ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യം. ഒരിക്കൽ ഒരു അപകടത്തിൽപ്പെട്ട ഒരു പോലീസുകാരനെ പ്രാർത്ഥിക്കുന്നതിനായി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപകടത്തിൽ ഒരു കാല് ഇല്ലാതായി. ആ മകന് വിശ്വാസക്കുറവുണ്ട്, പ്രാർത്ഥിച്ചിട്ട് അധികമൊന്നും ലഭിക്കുന്നില്ല. ആത്മീയമായ ബന്ധനമുള്ള ഈ മകനെ ശരിയായ പാതയിലേക്ക് ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ പരിശുദ്ധ അമ്മയോടെ ഞാൻ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു കാശുരൂപം ആ മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അത് ഞാൻ വെഞ്ചരിച്ച് കൊടുക്കുകയാണ്. ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, അടുത്ത് വന്ന് നിന്ന് ഈ മകനെ ഈശോയുടെ മകനാക്കുവാൻ അമ്മ മധ്യസ്ഥം പറയണം. ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ പരിശുദ്ധ അമ്മ അടുത്ത് വന്ന് നിന്ന് ഈശോയോട് പറഞ്ഞ് ആ വെഞ്ചരിച്ച കാശുരൂപം
ഉപയോഗിക്കുന്നത് വഴി ഒരു വ്യത്യാസം വരുത്തുവാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മകൻ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പോയി പിറ്റേ ദിവസം വന്ന് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, അച്ഛാ, സ്വസ്ഥതയായി, കുറേ നാളുകളായിട്ട് ഉറങ്ങാതിരുന്ന ഞാൻ ഉറങ്ങി, എനിക്ക് തമ്പുരാനിലേക്ക് അടുക്കുവാൻ വളരെ ആഗ്രഹവും ദാഹവും ഉണ്ട് എന്ന് പങ്കുവെച്ചപ്പോൾ നമ്മളൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടി പ്രാർത്ഥിച്ചാൽ എത്രയോ മനുഷ്യർക്ക് അനുഗ്രഹങ്ങൾ സംലഭ്യമാകുമെന്ന് അതുവഴി എനിക്ക് ബോധ്യമായി. അനുഗ്രഹങ്ങളുടെ പെരുമഴ പൊഴിക്കാൻ ജപമാല പ്രാർത്ഥന വഴി സാധിക്കും എന്ന് അദ്ദേഹത്തിന് തൻ്റെ ജീവിതാനുഭവങ്ങൾ വഴി മനസ്സിലായി. വചനപ്രഘോഷണത്തിന് മുൻപ് അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നതുവഴി വലിയ വിടുതലും സൗഖ്യങ്ങളും ഉണ്ടാകുന്നതായി അച്ഛൻ പറയുന്നു. പരിശുദ്ധ കുർബാനയിലെ വചനപ്രഘോഷണത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി വചനം പ്രഘോഷിക്കുമ്പോഴും വചനപ്രഘോഷത്തിന് മുമ്പ് പരിശുദ്ധ അമ്മയുടെ മുമ്പിലിരുന്ന്, അമ്മ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അമ്മയുടെ മകനെക്കുറിച്ച് കൊടുക്കുവാനെന്ന് പറഞ്ഞിട്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് വചനപ്രഘോഷണം നടത്തുന്ന അവസരങ്ങളിൽ അനുഗ്രഹങ്ങളുടെ പെരുമഴ പല മനുഷ്യരും വന്ന് ആ വചനപ്രഘോഷത്തിൽ തന്നെ അനുഗ്രഹം കിട്ടിയതായി സാക്ഷ്യപ്പെടുത്തിയിരുന്നത് പരിശുദ്ധ അമ്മ എത്രമാത്രം സഹായിക്കുന്നു, തമ്പുരാനെ ലോകത്തിന് കൊടുക്കുവാൻ എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒപ്പം മറ്റു പല പള്ളികളിൽ ദൈവവചനം പ്രഘോഷിക്കുവാൻ പോകുമ്പോൾ ആ ജനതയ്ക്ക് എന്നെ അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ ചെന്ന് ദൈവവചനം പ്രഘോഷിക്കുന്നതിന് മുൻപ് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് എന്നെ കൊടുത്തിട്ട് അമ്മയോട് ഞാൻ പറയും, അമ്മേ, ഇവർക്ക് എന്നെ അറിഞ്ഞുകൂടാ, പക്ഷേ എന്നിലൂടെ തമ്പുരാനെ അറിയുവാൻ ഈ മക്കൾക്കിടയാകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയുടെ കൊന്ത കൈകളിലെടുത്ത് അതിൽ ഉള്ള ദൈവിക സാന്നിധ്യത്തെ, അമ്മയുടെ നിറസാന്നിധ്യത്തെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വചനം പ്രഘോഷിച്ച് കഴിയുമ്പോൾ എനിക്കുറപ്പാണ് ഒത്തിരി മക്കൾക്ക് വിടുതൽ, സൗഖ്യം, അനുഗ്രഹങ്ങൾ സംലഭ്യമായിട്ടുണ്ട്. ആ പരിശുദ്ധ കുർബാന കഴിയുമ്പോൾ തന്നെ മക്കൾ വന്ന് പങ്കുവയ്ക്കാറുണ്ട്, അച്ഛാ, വചനപ്രഘോഷത്തിൻ്റെ മാധുര്യത്തേക്കാൾ ഉപരിയായി വ്യത്യസ്തതയിൽ ഞങ്ങൾ കർത്താവിനെ അനുഭവിച്ചു, ഞങ്ങൾക്ക് എന്ത് വേണമായിരുന്നോ അത് അച്ഛൻ ഈ പരിശുദ്ധ കുർബാനയിൽ തന്നുവെന്ന്. ഞാൻ ആ മക്കളെ അറിഞ്ഞുകൂടാ, അവരുടെ ജീവിതാവശ്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ആ മക്കൾക്ക് അവരുടെ ജീവിതാവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ലഭിച്ചപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ കാനായിലെ ഇടപെടൽ പോലെ തന്നെ ഓരോ മക്കളുടെയും ജീവിതാവശ്യങ്ങൾ പരിശുദ്ധ അമ്മയെ അറിഞ്ഞ് ഈ മക്കൾക്ക് വേണ്ടിയത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴി ഈശോ നൽകും. നമ്മൾ വചനപ്രഘോഷണത്തിനും പരിശുദ്ധ കുർബാന അർപ്പണത്തിനും മുമ്പ് അമ്മയുടെ കരം പിടിച്ച് അമ്മയോട് മധ്യസ്ഥം തേടി ഒന്നിനോട് കൊന്തയൊക്കെ ചൊല്ലി ഒന്ന് പരിശുദ്ധ ബലി കണഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ എനിക്ക് എടുത്തു മാറ്റാനാവാത്ത അനുഭവമാണ്. വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ വളരാൻ അമ്മ അച്ഛനെ ഏറെ സഹായിച്ചു. പ്രാർത്ഥനയിലെ വിരസതയും പല വിചാരങ്ങളും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നതായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് തൻ്റെ ധ്യാന ശുശ്രൂഷകൾ നടത്തുന്ന അദ്ദേഹത്തിന് ഈശോയുടെ ശക്തമായ ഇടപെടലുകൾ ദർശിക്കുവാൻ സാധിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ ഈശോയോടൊപ്പം വളർന്നു വരുവാൻ പരിശുദ്ധ അമ്മ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കുകയാണ്. വ്യക്തിപരമായ പ്രാർത്ഥനകൾ കുറേ നീളുമ്പോൾ പ്രാർത്ഥനയിലെ അതിൻ്റെ ആത്മാവിൻ്റെ അന്തസത്ത ഒക്കെ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വിരസത, പല വിചാരം ഇവയൊക്കെ വരുമ്പോൾ ഞാൻ ഉടനെ പരിശുദ്ധ അമ്മയോട് പറയും, അമ്മേ, പ്രാർത്ഥന വിരസമാകുന്നു, ഒന്ന് സഹായിക്കണേ, എന്നോടൊപ്പമായിരിക്കണമേ, എനിക്ക് വേണ്ടി ഈശോയോട് പറയണമേ എന്ന് ഞാൻ വിശ്വസിച്ച് പരിശുദ്ധ അമ്മയോട് പറയുമ്പോൾ തന്നെ എനിക്ക് പിന്നെ ആ വിരസതയും മടിയും അല്ലെങ്കിൽ പല വിചാരവും ഒക്കെ അങ്ങോട്ട് മാറി ദൈവത്തെ കൂടുതൽ ആഴത്തിൽ സ്നേഹിച്ച് ആ
പ്രാർത്ഥനയുടെ ആത്മാഭിഷേകത്തിലേക്ക് ഉയരുവാൻ പെട്ടെന്ന് സഹായകമായി തീരും പരിശുദ്ധ അമ്മയുടെ ആ പ്രാർത്ഥനയും മധ്യസ്ഥതയും, അമ്മയെ വിളിച്ചുള്ള എൻ്റെ അപേക്ഷയും ഒക്കെ കഴിയുമ്പോൾ. അതിൻ്റെ ജീവിതത്തിലെ ഈ കാലഘട്ടത്തിലെ വലിയൊരു എടുത്തു പറയേണ്ട സവിശേഷതയാണ്. ഒപ്പം ദൈവം എന്നെ പൗരോഹിത്യത്തിന് വിളിക്കകത്തെ വിളി തന്ന് മാറ്റിയതിന് ശേഷം ഏകദേശം 10 വർഷമായി ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും മറ്റെല്ലാം മാറ്റിവെച്ച് മറ്റ് സാധാരണ മനുഷ്യർക്ക് വേണ്ടി, അവരുടെ വിഷമങ്ങൾക്ക് വേണ്ടി, പ്രയാസങ്ങൾക്ക് വേണ്ടി ആരാധനയും പരിശുദ്ധ കുർബാനയും കൗൺസിലിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയും എന്നെ പല വിചാരം ബാധിച്ചാൽ, അല്ലെങ്കിൽ വരുന്ന മക്കൾക്കൊക്കെ കിട്ടാതെ വരുന്നു, വിരസത തോന്നുന്നു തോന്നുമ്പോൾ ഉടനെ എൻ്റെ ആത്മാവ് പറയും, പരിശുദ്ധ അമ്മയെ വിളിക്കേ, അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കേ. അപ്പോൾ ഗായിക സംഘത്തിൽ ഉടനെ ഞാൻ പറയും, അമ്മയുടെ ഒരു പാട്ടങ്ങോട്ട് പാടേ. ഗായിക സംഘം മാത്രമല്ല, സമൂഹം മുഴുവൻ അങ്ങോട്ട് പാടിക്കഴിയുമ്പോൾ ആ സമൂഹത്തിന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ വർണ്ണനാതീതമാണ്. എൻ്റെ ഈ വെള്ളിയാഴ്ച ശുശ്രൂഷകൾ എപ്പോൾ വിരസമായാലും എൻ്റെ ഹൃദയത്തിൽ അമ്മയെ കൊണ്ടുവരിക മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്ന ജീവിക്കുന്ന അമ്മയെ വിളിച്ച് ഞാൻ മാത്രമല്ല ആ സമൂഹത്തെ കൊണ്ടും പ്രാർത്ഥിപ്പിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് നിരവധിയാണ്. ഒത്തിരി മക്കളെ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലൂടെ വളർത്തി ആ മക്കളെയൊക്കെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ അമ്മയോട് കൂടിയുള്ള മധ്യസ്ഥം എന്നെ സഹായിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം നമുക്കൊക്കെ അറിയാം, പെട്ടെന്ന് അങ്ങോട്ട് ഈശോയോട് അടുക്കുവാൻ നമുക്ക് പറ്റില്ല. എന്നാൽ പരിശുദ്ധ അമ്മ പാപികളായ നമ്മെ ഈശോയിലേക്ക് അടുക്കുവാൻ സഹായിക്കും. എന്നെ മാത്രമല്ല, ഈശോ എൻ്റെ അടുക്കളയിൽ കൊണ്ടുവന്ന എല്ലാ മക്കളെയും അത് അച്ചട്ടായിട്ട് കിട്ടുമെന്നുള്ളതാണ്. അത് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന വന്നു പോകുന്ന 100 കണക്കിന് മക്കൾക്ക് എന്നും അനുഭവേദ്യമാണ്. നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു വിളിക്കുകയല്ല പരിശുദ്ധ മറിയത്തെ, മറിച്ച് വിശ്വസിച്ച് ആ സ്നേഹസാമീപ്യം അംഗീകരിച്ചേറ്റു പറഞ്ഞ് അത് ആരാധനയിലായിരിക്കുന്ന എല്ലാ മക്കളിലേക്കും കൊണ്ടുവന്ന് അവരെയും ആ വിശ്വാസത്തിൽ വളർത്തി അമ്മയുടെ മധ്യസ്ഥത വഴി ഈശോ അനുഗ്രഹിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തെ എന്നും അമ്മയിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുവാൻ കാരണമായി തീർന്നിട്ടുണ്ട്. താൻ കടന്നു ചെല്ലുന്ന ഓരോ ഇടവകയും മാതാവിന് സമർപ്പിച്ച് ശുശ്രൂഷ ചെയ്യുന്ന അദ്ദേഹത്തിന് തൻ്റെ ശുശ്രൂഷാ മേഖല വൻ വിജയമായി തീരുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. തൻ്റെ ഇടവകയെ നയിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം എന്നും അദ്ദേഹത്തോടൊപ്പമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വഴി ഇടവക ജീവിതത്തിൽ വിജയിച്ച അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അഭിമന്യ പിതാവിൻ്റെ പുതിയൊരു ഇടവകയിലേക്കുള്ള അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയാൽ ഉടനെ തന്നെ ആ പള്ളിയിൽ ചെല്ലുന്നതിന് മുൻപ് തന്നെ ഞാൻ ആ പള്ളി പരിശുദ്ധ അമ്മയുടെ പേരിലുള്ളതാണെങ്കിലും അല്ലെങ്കിലും അമ്മയുടെ വിമോചനത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലാറുള്ളൂ. ചെന്ന് കഴിയുമ്പോൾ അധികം താമസിക്കാതെ തന്നെ ഇടവജനങ്ങളോടും പറയും, ഞാൻ നമ്മുടെ ഇടവകയെ എന്നെ ഉൾപ്പെടെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്, നമുക്ക് അമ്മയോട് ചേർന്ന് ഒരുമിച്ച് വളരണമെന്ന്. അങ്ങനെ മക്കളെ അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിച്ച് മുൻപോട്ട് ശുശ്രൂഷ ചെയ്ത ഏതെല്ലാം ഇടവകകളുണ്ടോ ആ ഇടവകളെല്ലാം എനിക്ക് വൻ വിജയമായിരുന്നു. ഒപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ മക്കളോട് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കാര്യമാണ്, നമ്മൾ കുറേ അനുഷ്ഠാനമായിട്ട് 4 കൊന്ത ചൊല്ലി, ഞാൻ ഒരു ദിവസം 10 കൊന്ത ചൊല്ലി എന്ന് പറയുന്നതിനേക്കാൾ ഹൃദയത്തിൽ സ്പർശിച്ച് പരിശുദ്ധ ജീവിക്കുന്ന അമ്മയെ വിളിച്ച് ഒരു നന്മ നിറഞ്ഞ മറിയം എന്ന 2 വാക്ക് ഉച്ചരിക്കുമ്പോൾ ആ വാക്കിൽ ജീവിക്കുന്ന ദൈവമാതാവായ പരിശുദ്ധ അമ്മയെ കണ്ട് ധ്യാനിച്ച് അനുഗ്രഹം വാങ്ങണമെന്ന്. ഒപ്പം പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾക്ക് വലിയ പ്രാധാന്യം നൽകി ഭൗതികതയിലല്ല മറിച്ച് ആത്മീയതയിൽ ഒരുക്കി ഒത്തിരി മക്കൾക്ക് അനുഗ്രഹം പ്രാപിച്ചു കൊടുക്കുവാൻ ഇടയായി. ഒരുപക്ഷെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ വിജയിച്ചിട്ടുള്ളത് ഇങ്ങനെ അഭിഷേകത്തിൽ വന്നതിന് ശേഷം ഏതെല്ലാം ഇടവകകളെ പരിശുദ്ധ അമ്മയുടെ വിമലത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ പോലും ചിന്തിക്കൽ ഉപരിയായി ആത്മീയ വിജയം നേടി കുറേയധികം മക്കളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുത്തിട്ട് അടുത്ത പള്ളിയിലേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഞാൻ പങ്കുവയ്ക്കുകയാണ്. തകർന്നുപോയ ജീവിതങ്ങളെ
ജപമാല പ്രാർത്ഥന വഴി നേടിയെടുത്ത അനുഭവങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ ധാരാളമുണ്ട്. ജപമാല പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിരവധിയായ അനുഭവങ്ങളെ മുൻനിർത്തി അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർമ്മിക്കുന്ന പ്രതീകമാണല്ലോ ജപമാല. ഈ ജപമാലയിൽ നമ്മൾ പ്രത്യേകം അനുസ്മരിക്കണം. ഏറ്റവും പ്രധാനം ജപമാലയിലെ വിശുദ്ധ കുരിശാണ്. പലരും പൊട്ടിയ കൊന്തകളും കുരിശില്ലാത്ത കൊന്തകളും ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് അധികാരമുള്ള പുരോഹിതൻ സഭയുടെ നാമത്തിൽ അധികാരത്തോടെ വ്യഞ്ചരിച്ച് നൽകുന്ന കൊന്ത ഉപയോഗിക്കണം. ആ കൊന്ത ഉപയോഗിക്കുമ്പോൾ കിട്ടിയ ഒരു അനുഗ്രഹം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ വെള്ളിയാഴ്ച ശുശ്രൂഷകൾ നടന്നു പോകുന്ന അവസരങ്ങളിലൊക്കെ ചിലപ്പോഴെങ്കിലും പാപത്തിൻ്റെ കെട്ടുകളുമായി തകർന്നു വരുന്ന മക്കൾ, ഒരു വിശുദ്ധിയുമില്ലാതെ മുമ്പിലിരിക്കുന്ന മക്കൾ, എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ പോലും വിഷമിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ അമ്മ എൻ്റെ ഹൃദയത്തിൽ പ്രചോദിപ്പിക്കും. വല്ലപ്പോഴുമെങ്കിലുമൊക്കെ മകനെ, നിൻ്റെ കയ്യിൽ നീ ഉപയോഗിക്കുന്ന കൊന്തയെടുത്ത് ആ മകന് കൊടുത്തിട്ട് പറയണം, നീ ഇന്നു മുതൽ നിനക്ക് പറ്റുന്നിടത്തോളം കൊന്ത ചൊല്ലി നിൻ്റെ ദൈവത്തിലേക്ക് അടുക്കണമെന്ന്. ഞാൻ വിശ്വസിച്ച് അനുഭവിച്ച അനുഗ്രഹങ്ങൾ നിരവധിയാണ്. വിശുദ്ധിയോടെ സഭയുടെ നാമത്തിൽ വെഞ്ചരിച്ച് കൊടുത്ത കൊന്ത കൊണ്ട് ഒത്തിരി പാപത്തിൻ്റെ കെട്ടുകളായ മക്കൾ സന്തോഷത്തോടെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഒരു പുതുജീവിതം നയിക്കുന്നത്. അത് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ചില സമയങ്ങളിൽ പ്രചോദിപ്പിക്കും. മകനെ, കൊന്തിയിലേക്ക് ഞാൻ വഴി ഈശോയിലേക്ക് അവരെ അടുപ്പിക്കുക, മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന്. അങ്ങനെ അനുഗ്രഹം കിട്ടിയ കുറേ മക്കൾ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച വലിയ പ്രേരക ഘടകമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുക്കൽ വരുന്ന തകർന്ന മക്കളെ, പ്രത്യേകിച്ച് കൊന്തയൊന്നും ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള മക്കൾക്ക് ഈ ഒരു കൊന്ത, എൻ്റെ തന്നെ കയ്യിലുള്ള കൊന്ത കൊടുക്കാൻ ആവശ്യപ്പെട്ടുള്ള അത് കൊടുത്ത് തന്നെ അവരെ നേർവഴിയിലേക്ക് നയിച്ച അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് സ്നേഹപൂർവ്വം പങ്കുവയ്ക്കുകയാണ്. പാപികളായ മനുഷ്യർക്ക് പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി നൽകുന്ന മധ്യസ്ഥയായ പരിശുദ്ധ മറിയത്തിലുള്ള ആശ്രയം അച്ഛന് എന്നും ബലമാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ ഒഴുകുന്ന നീർച്ചാലാണ് പരിശുദ്ധ മറിയം എന്ന് അച്ഛൻ സ്വജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത് പങ്കുവയ്ക്കുന്നു. ഞാനായിരിക്കുന്ന ഇടവകളിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പതിവായി നടത്തുന്ന ശുശ്രൂഷകളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വന്നെത്തുന്ന മക്കളെ, അവർക്ക് വേണ്ടി കയ്യൊപ്പ് ശുശ്രൂഷ നടത്തുന്ന സമയങ്ങളിൽ ഞാൻ പതിവായി ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്കോ വന്നിരിക്കുന്നവർക്കോ പൂർണ്ണ വിശുദ്ധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വിശുദ്ധി തന്നെയായി ഈശോയിലേക്ക് അടുക്കുവാൻ ജീവിക്കുന്ന പരിശുദ്ധ അമ്മയെ അടുത്ത് നിർത്തിയിട്ട് ആ അമ്മയോട് വന്നവർക്ക് വേണ്ടി ഞാൻ പറയും, അമ്മേ, ഒന്ന് പ്രാർത്ഥിക്കണം ഈ മക്കൾക്ക് വേണ്ടി. ജീവിതത്തിലെ നീറുന്ന പ്രശ്നങ്ങളുമായിട്ട് വന്നിരിക്കുന്ന ഈ മക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അമ്മ തമ്പുരാനോട് മധ്യസ്ഥം പറയണം. നമ്മുടെ ചിന്തകളിലുള്ള പരിശുദ്ധ അമ്മയല്ല, നമ്മുടെ ഓർമ്മകളിലോ വായിച്ചുള്ള പരിശുദ്ധ അമ്മയല്ല, നമ്മൾ കണ്ടിട്ടുള്ള പരിശുദ്ധ അമ്മയല്ല, മറിച്ച് ജീവിക്കുന്ന പരിശുദ്ധ അമ്മയെ, ദൈവമാതാവിനെ തൊട്ടടുത്ത് നിർത്തി ആ അമ്മയോടെ മാധ്യസ്ഥം വഴി ഈശോയോട് പറയും, ഈശോയെ അനുഗ്രഹിക്കണം. ആ സമയത്ത് കൈശുശ്രൂഷ നടത്തുന്ന സമയത്ത് പരിശുദ്ധ അമ്മ, ജീവിക്കുന്ന അമ്മ നിന്ന് മധ്യസ്ഥം പറയുന്നു. അവരുടെ വിശ്വാസം വന്നു പോകുന്ന പലർക്കും അനുഗ്രഹം കിട്ടാൻ സഹായകമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു. എന്നും അങ്ങനെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരാശ്രയമില്ലാത്ത മക്കൾക്കും ജീവിക്കുന്ന അമ്മയെ അടുത്ത് നിർത്തി, അമ്മയെ പ്രാർത്ഥിക്കണമേ, ഈ മക്കളെ ഉപേക്ഷിക്കരുത്, അമ്മ പാപികളുടെ സങ്കേതമല്ലേ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് അടുത്ത് നിർത്തി അമ്മ വഴി 100 കണക്കിന് മക്കൾക്ക് ഈശോയുടെ അനുഗ്രഹം പ്രാപിച്ചു കൊടുക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എന്നെ സഹായിച്ചിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയുടെ അർപ്പണം പരിശുദ്ധ അമ്മയോടൊപ്പം നടത്തുമ്പോൾ
ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അർപ്പിക്കുവാൻ സാധിക്കും എന്ന് ഈ വൈദികൻ ഏറ്റുപറയുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് കൂടുതൽ ദൈവാനുഗ്രഹം ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് ഈ പുരോഹിതൻ ജീവിതം വഴി സാക്ഷ്യം നൽകുന്നു. ഓരോ പരിശുദ്ധ കുർബാന അർപ്പണത്തിന് മുമ്പും പ്രാർത്ഥിച്ചൊരുങ്ങി ബലിയർപ്പിക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിശ്വാസത്തോടെ എൻ്റെ പരിശുദ്ധ അമ്മയെ, ഞാൻ എപ്പോഴും അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടപ്പെടുക, എൻ്റെ പരിശുദ്ധ അമ്മയെ, ആ ദൈവമാതാവിനെ എൻ്റെ അടുത്ത് നിർത്തി, അത് പ്രതിമയിലോ അല്ലെങ്കിൽ രൂപത്തിലോ പടത്തിലോ ആരെങ്കിലും പറഞ്ഞു തന്നതോ വായിച്ചറിഞ്ഞോ ഒന്നുമല്ല, സ്വർഗത്തിലെ അമ്മയുടെ സാന്നിധ്യം തന്നെ വിശ്വസിച്ചേറ്റു പറഞ്ഞ് എൻ്റെ അടുത്ത് നിർത്തിയിട്ടാണ് ഞാൻ പരിശുദ്ധ കുർബാന തുടങ്ങുക. പരിശുദ്ധ കുർബാന അല്പമെങ്കിലും മുമ്പോട്ട് പോയി എന്തെങ്കിലും പല വിചാരം അല്ലെങ്കിൽ വിരസത അല്ലെങ്കിൽ ദൈവത്തെ സ്വന്തമാക്കുന്ന ആ അനുഭവത്തിൽ നിന്നൊരു വ്യതിചലനം ഉണ്ടായാൽ അപ്പോഴേ ഞാൻ അമ്മയെ വിളിക്കും, സ്നേഹത്തോടെ വിളിക്കും, അമ്മേ അമ്മേ എന്നിൽ നിന്ന് അകന്നു പോയോ എന്ന് പറയും. അപ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മ അപ്പോൾ ആ നിമിഷം അവിടെ വന്ന് ഈശോയുടെ പരിശുദ്ധിയായ പരമദിവികാരുണ്യമായ ആ ബലിയിൽ വിശുദ്ധിയോടെ തന്നെ അർപ്പിച്ച് മുമ്പോട്ട് വിടുവാനുള്ള കൃപ അമ്മയുടെ മധ്യസ്ഥ വഴി ഈശോ എനിക്ക് തരുന്നുണ്ട്. ഞാനത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന അമ്മ എന്നെയും നിങ്ങളെയും ഈശോയുടെ അടുത്തേക്ക് മാടി വിളിക്കുന്നുണ്ട്. ഞാൻ ദൈവം എന്നെ അനുവദിച്ച ധ്യാനങ്ങളിലും എൻ്റെ ഇടവക ജനത്തിന് ധ്യാനം കൊടുക്കുമ്പോഴും അതുപോലെ മറ്റ് ദൈവം നിറഞ്ഞ അനുഗ്രഹങ്ങൾ തരുമ്പോഴുമൊക്കെ ആ ഇടവക ജനത്തെക്കൊണ്ട് ഒരു നിമിഷ നേരം നന്ദി പറയിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ ഭാവിയാണ്, ബലഹീനനാണ്, മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട്, നമ്മളൊരു നന്ദി പറഞ്ഞാൽ അത് പൂർണ്ണമാവില്ല. അതുകൊണ്ട് നമുക്ക് ഈശോ സമ്മാനമായി തന്ന ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് ഈ നിമിഷം ഒന്ന് നന്ദി പറയിപ്പിക്കാം. അമ്മ നമുക്ക് ദൈവം ഈ അനുഗ്രഹത്തിന് നമുക്ക് വേണ്ടി ഈശോയോട് നന്ദി പറയട്ടെ. അങ്ങനെ നന്ദി പറഞ്ഞ് ജനങ്ങളെക്കൊണ്ട് നന്ദി പറയിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ സ്രോതസ് ആ ഇടവക സമൂഹം മുഴുവനും ധ്യാനിക്കുന്ന എല്ലാവരിലും നിറഞ്ഞു കവിയുന്നതായിട്ട് എനിക്ക് ജീവിതത്തിൽ അനുഭവമാണ്.